പാലത്തായി പീഡനക്കേസിൽ വെല്ലുവിളി ഏറെ അതിജീവിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം നിർണായക തെളിവുകൾ കണ്ടെത്തിയത്. കുട്ടിയുടെ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായത് കേസിൽ പ്രധാന വഴിത്തിരിവായെന്ന് അന്വേഷണ സംഘത്തിലെ അംഗമായ SI PC രമേശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഏറെ പ്രമാദമായ പാലത്തായി കേസ് അത് ആദ്യം അന്വേഷിച്ചത് പാനൂരിലുള്ള ലോക്കൽ പോലീസാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. IG-യുടെ മേൽനോട്ടത്തിൽ ആയിരുന്നു അന്വേഷണം. അവരൊക്കെ ഈ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ കെട്ടിച്ചമച്ചതാണെന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തിയത്. ഇടക്കാല കുറ്റപത്രം പോലും ഈ ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ ഈ കുടുംബവും അതിനോട് ചേർന്ന് നിന്ന അഭിഭാഷക സംഘമൊക്കെ നടത്തിയൊരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഒരു പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെടുന്നത്. ആ അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളും അന്വേഷണവുമാണ് നിർണായകമായ കാര്യങ്ങളിലേക്ക് ഈ കേസിനെ എത്തിച്ചത്. പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഈ കേസിനകത്ത് ഉൾപ്പെടുത്തിയതും ആ അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘത്തിലുള്ള SI ആയിരുന്ന PC രമേശൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള PC രമേശൻ ഇപ്പോൾ നമ്മോട് വിവരിക്കും. സാർ, ഇത് എല്ലാവരും എഴുതി തള്ളാൻ വേണ്ടി പോയൊരു കേസായിരുന്നു. അവിടെ നിന്ന് ആ കേസ് ഒരു നിർണായകമായിട്ടുള്ള അതിനകത്ത് കാര്യങ്ങളുണ്ട്, ഇങ്ങനൊരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഈ കേസ് നമ്മൾക്ക് കിട്ടുമ്പോൾ DYSP TK രത്നകുമാറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കാൻ എന്നെയും ആ ടീമിൽ ഉൾപ്പെടുത്തി. ഞാൻ ആ സമയത്ത് മയിൽ SI ആയിരുന്നു. നമ്മൾ വലിയ വെല്ലുവിളിയോടാണ് ഈ കേസ് ഏറ്റെടുത്തത്. കാരണം സമൂഹത്തിലും പൊതുവെ മീഡിയകളിലും ഈ കേസ് വളരെ പ്രമാദമായി ചർച്ച ചെയ്യപ്പെടുകയും ഒരു കളവായ കേസാണെന്ന് പൊതുവെ ധാരണയുണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഈ കേസ് നമുക്ക് കിട്ടുന്നത്. ആ കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഈ കേസിനെ സമീപിച്ചതും. എന്നാൽ CD ഫയൽ വായിച്ച് നോക്കിയപ്പോൾ ഒരുപാട് തവണ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കുറേ സത്യങ്ങൾ CD ഫയൽ തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. FIS തന്നെ ആദ്യത്തെ FI മൊഴിയിൽ തന്നെ വാതിലടച്ച് കുറ്റിയിട്ടു എന്ന് കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരു കുറ്റിയുള്ള കുളത്തുള്ള അല്ലെങ്കിൽ കുറ്റിയുള്ള മുറിയാണെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ ലോക്കൽ പോലീസ് തയ്യാറാക്കിയ മാസ്റ്ററിൽ കുറ്റി ഇല്ലാത്ത മറ്റൊരു റൂമായിരുന്നു. സംഭവസ്ഥലം മാറിപ്പോയതാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കേസിലെ FIS-ൽ കൈകെട്ടി വായിൽ തുണി തിരികെ എന്ന് കുട്ടി പറയാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി പഠിച്ചു. ആ കുട്ടി അത് കളവായി പറഞ്ഞതാണെന്ന് മനസ്സിലായി ആ സ്റ്റേറ്റ്മെൻ്റ് അകത്താണ്. പക്ഷേ അതിനുശേഷം പല ഉദ്യോഗസ്ഥരും പലതവണ ചോദിച്ചപ്പോഴും ഈ സംഭവ സ്ഥലം തന്നെയാണെന്നും അതേ മുറി തന്നെയാണെന്നും പ്രതി ഒരേ ഒരാൾ തന്നെയാണെന്നും കുട്ടി ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടേയിരുന്നു. പക്ഷേ ഏതോ സാഹചര്യത്തിൽ കൈകെട്ടി വായിൽ തുണി തിരികെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് പല കളവും ആ കുട്ടിക്ക് പറയേണ്ടി വന്നു. അതുകൊണ്ട് ആദ്യ അന്വേഷണ സംഘത്തിന് ആശങ്കയുണ്ടായി, സംശയങ്ങളുണ്ടായി, ഒരുപാട് മറ്റ് രീതിയിലേക്ക് ആ കേസ് സഞ്ചരിച്ചു. കേസ് വഴിതിരിഞ്ഞു പോയി. കുട്ടിയുടെ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്താനായതാണ് കേസിൽ പ്രധാന വഴിത്തിരിവായതെന്നാണ് അന്വേഷണ സംഘത്തിലെ അംഗമായ SI PC രമേശൻ പറയുന്നത്.